നെയ്യാറ്റിൻകരയിൽ ബിസ്ക്കറ്റും മുന്തിരിയും കഴിച്ചതിന് പിന്നാലെ 1 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചതിൽ ദുരൂഹതയുണ്ട്. കുഞ്ഞിന്റെ അച്ഛൻ ഷിജിലിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ഫോറൻസിക് പരിശോധനാ ഫലം ഈ വിഷയത്തിൽ നിർണായകമാണ്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, എന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? ഇതിൽ ദുരൂഹതയുണ്ടാകാനുള്ള കാരണം എന്താണ്? പോലീസ് എന്താണ് വിശദീകരിക്കുന്നത്? പൂജ, ഏതായാലും അന്വേഷണം അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ്. കൂടുതൽ വിവരങ്ങളെല്ലാം തന്നെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. വെള്ളിയാഴ്ചയായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. രാത്രിയിൽ ഈ വീട്ടിലേക്ക് എത്തിയ അച്ഛൻ മുന്തിരിയും അതോടൊപ്പം തന്നെ ബിസ്ക്കറ്റും വാങ്ങിയിരുന്നു. അത് കുഞ്ഞിന് നൽകി. ഏതാണ്ട് ഈ ബിസ്ക്കറ്റും അതോടൊപ്പം മുന്തിരിയും കഴിച്ച് അരമണിക്കൂറിനകം കുഞ്ഞിൻ്റെ വായിൽ നിന്ന് നുരയും പതയും വന്ന് രൂപമാറ്റം, ഈ നിറം വ്യത്യാസമെല്ലാം വന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഇത് പോലീസിലേക്കൊക്കെ ഈ പ്രശ്നങ്ങൾ എത്തുന്നത്. ഈ അമ്മയും അതോടൊപ്പം തന്നെ അച്ഛനും ഏറെ നാളായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. അടുത്ത സമയത്താണ് ഒരു വാടക വീടെടുത്ത് വീണ്ടും അവർ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയത്. ഈ കുഞ്ഞിൻ്റെ കൈ ഈ വാടക വീട്ടിൽ വെച്ച് ഒടിഞ്ഞിരുന്നു. ഇപ്പോൾ മരിച്ച സമയത്തും ഈ കുഞ്ഞിൻ്റെ കയ്യിൽ പ്ലാസ്റ്റർ ഇട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നുണ്ട്. ഇതിലെന്തോ അസ്വാഭാവികതയുണ്ട്, ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഈ അമ്മയായിട്ടുള്ള കൃഷ്ണപ്രിയയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വിശദമായി അമ്മയെയും അതോടൊപ്പം തന്നെ അച്ഛനെയും ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും അച്ഛൻ കസ്റ്റഡിയിലാണ്, ചോദ്യം ചെയ്ത് വരികയാണ്. കൂടുതൽ ഏതെങ്കിലും തരത്തിൽ ഇത് ദുരൂഹത ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള മൊഴികളോ വിവരങ്ങളോ ഇതുവരെ പോലീസിന് ഏതായാലും ലഭിച്ചിട്ടില്ല. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഏറെ നിർണായകമാവുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനാ ഫലവുമായിരിക്കും. ഇന്നലെ ഫോറൻസിക്കിൻ്റെ അടക്കം പരിശോധന വീട്ടിൽ നടന്നിരുന്നു. ഇതിൻ്റെ സാമ്പിളുകളെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫലം വന്നാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ളൊരു വഴിത്തിരിവ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകൂ. ഒപ്പം തന്നെ ഇന്നലെ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ റിപ്പോർട്ടും ഇനി വരേണ്ടതുണ്ട്. അതെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പോലീസിൻ്റെ അന്വേഷണം ഇനി ഏതായാലും പുരോഗമിക്കുക.